യുവത്വമേ നിങ്ങളോടാണ്, മക്കളെ നിങ്ങളോടാണ്, പെങ്ങളെ നിങ്ങളോടാണ്. നിന്റെ ഉമ്മയെ വെറുക്കല്ലേ. വാക്കവിയെ വെറുത്തോ, കബീർ വാക്കവിയെ വെറുത്തോ, ഈ ഉസ്താദിനെ വെറുത്തോ, സിംസാറിനെ വെറുത്തോ, എല്ലാ പ്രവാസകന്മാരെയും വെറുത്തോ, എല്ലാ സംഘാടകരെയും വെറുത്തോ. അവരെ കുറിച്ച് നിനക്ക് എന്തും പറയാ, എന്തും നീ പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ എനിക്ക് എന്റെ സ്നേഹിതന്മാരായ സഹോദരങ്ങളോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ. ഒരുപാട് പാവപ്പെട്ടവരെ കെട്ടിച്ചുവിട്ട് കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഒരുപാട് യതീമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ, ഒരുപാട് ആളുകൾക്ക് വീട് വെച്ചു കൊടുത്ത കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരാ. നിന്നോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് പാവപ്പെട്ട നൗഷാദ് ബാക്കവി പറയുകയാണ്, നിന്റെ കൽബ് തുറന്നൊന്ന് കേൾക്കണം പൊന്നുപോലെ, ആ കൽബിന്റെ അകത്തൊന്ന് ഇറക്കി വെക്കണം പൊന്നുപോലെ. കാമുകിയുടെ പിന്നാലെ ഫ്രീക്കനായി മുടിവെട്ടിയിട്ട് മോഡൽ വസ്ത്രം ധരിച്ചിട്ട് മുഖത്തിന് ചേരാത്ത കണ്ണടയും വെച്ചിട്ട് കാമുകിയുടെ പിന്നാലെ പേ പിടിച്ചവനെ പോലെ ഉമിനീരി ഇത്തിരിയിട്ട് നടക്കുന്നതിന് പകരം ചെല്ലോ, നിന്റെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ജീവച്ചവൻ പോലിരിക്കുന്ന ഉമ്മ, നിന്നെ പ്രസവിച്ച ഉമ്മ, നിനക്ക് പാല് തന്ന ഉമ്മ, നിന്നെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ട് വീടിന്റെ മൂലയിൽ പൊട്ടിക്കരന്നുകൊണ്ടിരിക്കുന്ന ഉമ്മ, നിനക്ക് ഭക്ഷണം തന്ന ഉപ്പ, നീ കിടന്നുറങ്ങിയ ചെറിയ കാലത്തെ രാത്രികളിലല്ലോ നിന്റെ വീടിന്റെ അകത്ത് വന്ന് കട്ടിലിന്റെ ചാരത്ത് വന്നിട്ട് നീ കിടന്നുറങ്ങുമ്പോ, ആ കിടന്നുറങ്ങുന്നോ നിന്റെ കവളത്ത് മുത്തം തന്നുപോയ പ്രിയപ്പെട്ട ഉപ്പോ, ആ പ്രിയപ്പെട്ട ഉപ്പാടെ മുമ്പിലേക്ക് ചെല്ലുക, ഉമ്മാടെ മുമ്പിലേക്ക് ചെല്ലുക. നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഈ ഗുണം ചെയ്യുക. എങ്ങനെയാണ് ഗുണം ചെയ്യേണ്ടത്? ഉമ്മാക്ക് കുറെ കാശ് കൊടുത്തത് കൊണ്ടല്ല, ഉമ്മാക്ക് കുറെ പണം കൊടുത്തു പോയത് കൊണ്ടല്ല, ഉമ്മാന്റെ അടുത്ത് ചെന്നിരിക്കുക. ഗുണം ചെയ്തതുപോലെ എന്റെ ഉമ്മ നിങ്ങളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. മുത്തുനബിയെ കാണാൻ നീ പൊക്കോ മോനെ. എന്ന് പറഞ്ഞ് ഇല്ല ഉമ്മ, ഞാൻ മുത്തിനെ കാണാൻ മദീനത്ത് ചെല്ലുമ്പോ എന്റെ ഉമ്മാടെ കാലുവേദന എടുത്താൽ ആരാണ് തടവുക? ഉമ്മാക്കാരാണ് വെള്ളം തരിക, ഉമ്മാക്കാരാണ് മരുന്ന് തരിക. അതുകൊണ്ട് ഉമ്മ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് അവസാനം ഉമ്മയുടെ പൊരുത്തം കിട്ടിയ പൊന്നുമോൻ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ അനുചരന്മാരാകാൻ എന്റെ കളങ്കരയിലെ ചെറുപ്പക്കാര് മനസ്സ് വെക്കുക. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ.